I'm Seena Mo James and I'm a chartered accountant. I'll be handling accounting and financial accounting for CA and CMA intermediate students. നമ്മൾ കോഴ്സ് തുടങ്ങുമ്പോൾ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആദ്യമേ CAക്കും CMA സ്റ്റുഡൻസിനും കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആദ്യം തീർക്കും, എന്നിട്ടായിരിക്കും എക്സ്ക്ലൂസീവ് ഫോർ ഈച്ച് കോഴ്സ് സബ്ജക്ട്സ് അത് എടുക്കാൻ പോകുന്നത്. So let us start the chapter Departmental Accounts. So Adil, let us first understand what is a department. Or organization structure and departments. So departments are nothing but any specialized functional area within an organization. Or organization അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷൻ വെച്ചിട്ട് തരംതിരിക്കുകയോ ബൈഫിക്കേറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന ഒരു കമ്പനിക്ക് ജനറലി ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കാണും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കാണും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കാണും, പിന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ, ഇൻ വിച്ച് വി ആർ ഓൾ പാർട്ട് ഓഫ്. അല്ലേ, ഇതല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, എവറിഥിങ് വുഡ് ബി ദർ. ബട്ട് ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ജനറലി ഡിപ്പാർട്ട്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now, why is departmental accounts preparation required? It is required to assess the performance or efficiency of departments and to make appropriate decisions. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് കാണും, പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, ഫിനാൻസ് എക്സെട്ര. അല്ലേ, ഈ ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ്. ഇനി അത് അറിഞ്ഞാൽ മാത്രം മതിയോ? ഇല്ല, അത് അസസ് ചെയ്യുന്ന എന്തിനായിരിക്കും? ടു മേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്. ഇൻ ദ സെൻസ്, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റുകളുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ ചില ഡിപ്പാർട്ട്മെന്റ്സ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റോ വളരെ നഷ്ടത്തിലാണ് അല്ലെങ്കിൽ വളരെ വീക്ക് പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നതെങ്കിൽ ദ ഹയർ ഒഫീഷ്യൽസ് ക്യാൻ ടേക്ക് എ ഡിസിഷൻ. സെയിൽസ് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ടെക്നിക്സ് കൊണ്ടുവരണം, അല്ലെ പ്രൊഡക്ഷനിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സെയിം ക്വാളിറ്റി റോ മെറ്റീരിയൽ ചീപ്പർ കോസ്റ്റിൽ നിന്ന് എവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള അനാലിസിസ്, അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിനും കൂടെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ആണ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്. സോ വി പ്രിപ്പയർ ഇറ്റ് ടു അസസ് ദ പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി പെർഫോമൻസ് ഓർ എഫിഷ്യൻസി എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനറലി നമ്മളൊരു കമ്പനി നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, നല്ല പെർഫോമൻസ് ആണോ എന്ന് റിലേറ്റ് ചെയ്യുന്നത് ഏത് ടേമുമായിട്ടായിരിക്കും? ആ കമ്പനി നല്ല ലാഭകരമാണോ അതോ നഷ്ടത്തിലാണോ? അതായത് ബേസിക്കലി പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സിലും നമ്മളും അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ പ്രോഫിറ്റ് ഓർ ലോസ് എന്തോരമാണ്. ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ കമ്പനീസ് എൻറ്റയർ കമ്പനീസ് പ്രോഫിറ്റ് ഓർ ലോസ് സ്ട്രക്ചർ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ തിയററ്റിക്കലി ഒന്നും തന്നെ വരാൻ സാധ്യതയില്ല. എവറിഥിങ് വുഡ് ബി പ്രോബ്ലം റിലേറ്റഡ്. ബട്ട് ജസ്റ്റ് നൗ കമ്മിങ് ടു ദ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ്. അതായത് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, എക്സ്ക്ലൂസീവ് ആയിട്ടല്ല, ഒന്ന് രണ്ട് പോയിന്റ്സ് പിന്നീട് നമുക്ക് വേറെ ഒരു ചാപ്റ്റർ ബ്രാഞ്ചിലൊക്കെ നമുക്ക് കാണാം. ബട്ട് ഫസ്റ്റ് ഫീച്ചർ ഇസ് the presentation of format of financial statement. അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് അല്ലെ പ്രസന്റേഷൻ രീതിയിൽ കുറച്ച് മാറ്റമുണ്ട് when it comes to departmental accounts. Second is common cost allocation. Third is interdepartmental transfer and unrealized profits. ഇതാണ് കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ്. ഇനി ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളില്ലേ, അതായത് നമ്മളൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റേജിലോ അല്ലെ +2 കൊമേഴ്സിലോ ഡിഗ്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ്സുകളുടെ അല്ലെങ്കിൽ കാൽക്കുലേഷൻസിന്റെ ഒക്കെ ബേസ്. ഈ 3 പോയിന്റ്സ് ആണ് ഇതിൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നത്. So to go in detail, first is format of financial statement.
Now, financial statement എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? Trading account ഉണ്ട്, profit and loss account ഉണ്ട്, and trading, P&L and balance sheet. ഇതിൽ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് വരുമ്പോൾ ട്രേഡിംഗ് ആൻഡ് P&L ഒഴികെ ബാലൻസ് ഷീറ്റ് ഏതൊരു സാഹചര്യമാണെങ്കിലും യു പ്രിപ്പയർ ഫോർ ദ കമ്പനി ആസ് എ ഹോൾ. സോ ഫോർമാറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചായിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സിനെ ആയിരിക്കും അത് എഫക്ട് ചെയ്യാൻ പോകുന്നത്? ട്രേഡിംഗ് ഉണ്ട് ആൻഡ് P&L. Balance sheet doesn't get affected because it will be presented for the company as a whole, just like you have studied in your foundation degree or plus 2 levels in your accountancy paper. Yeah, other departmental trading and profit and loss account. Major differences നമ്മൾ പഠിച്ചിട്ടുള്ള profit oriented organizationൽ എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കോളംനാർ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? പക്ഷേ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് വരുമ്പോൾ സിംഗിൾ കോളംനാർ അല്ല, ഇറ്റ് ബിക്കംസ് എ മൾട്ടി കോളംനാർ സ്റ്റേറ്റ്മെന്റ്. മൾട്ടി കോളംനാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് തരുന്ന പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടോ അത്രയും കോളംസ് ഉള്ള ഒരു ട്രേഡിംഗ് ആൻഡ് P&L ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് A ആൻഡ് B, അതായത് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു ഫേമിന് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് P&L പ്രിപ്പയർ ചെയ്യുമ്പോൾ യു വിൽ ഹാവ് മൾട്ടി കോളംസ്, right? 2 columns, department A and department B. ഇനി ഇതിനകത്തെ കണ്ടന്റ്സ് ഒക്കെ നമ്മൾ എഴുതാൻ പോകുന്നത് സെയിം ആയിരിക്കും. എന്തൊക്കെയാണ് ട്രേഡിംഗിൽ P&L വരാൻ പോകുന്നത്? ട്രേഡിംഗിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ? അതെല്ലാം അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഡിഫറൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഫേമിന്റെ മുഴുവൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എഴുതുന്നതെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് P&L എഴുതാൻ പോകുന്നത് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഹോൾഡ് ചെയ്യുന്ന സെപ്പറേറ്റ് സ്റ്റോക്കിന്റെ ഇൻഫർമേഷൻ ആയിരിക്കും. പർച്ചേസസും അതുപോലെ തന്നെ അതിനുള്ളിൽ എഴുതാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പർച്ചേസസ് എഴുതാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റ് എക്ക് എക്സ്ക്ലൂസീവ്ലി എത്ര പർച്ചേസ് ഉണ്ടായിരുന്നു? ഇമാജിൻ ദാറ്റ് ഇസ് 45,000. അത് ഡിപ്പാർട്ട്മെന്റ് എയുടെ കോളത്തിന്റെ ഉള്ളിൽ എഴുതണം. ഡിപ്പാർട്ട്മെന്റ് ബിക്ക് എക്സ്ക്ലൂസീവ്ലി എത്ര പർച്ചേസ് ഉണ്ടായിരുന്നു? 57,000, റൈറ്റ്? ദാറ്റ് ഇൻ ഡിപ്പാർട്ട്മെന്റ് ബി അലോൺ. സോ ഈ ബൈഫിക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് P&L അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സിനകത്ത് മേജർ ആയിട്ട് വരുന്ന ഒരു ചേഞ്ച്. സോ P&L ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ഒക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റുകളുടെ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കും. സോ ദാറ്റ് ഈസ് ഫോർമാറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത് കൂടുതൽ നമ്മൾ ഇനി ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഇതിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ത്രൂ ദോസ് പ്രോബ്ലംസ് വി വിൽ understand in much depth. Next feature is something called allocation, common cost allocation. എന്തായിരിക്കും ഈ common cost allocation എന്ന് പറയുന്നത്? ഡിപ്പാർട്ട്മെന്റിൽ വരും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, let us take an example wherein you have an office building. ഈ ഓഫീസ് ബിൽഡിങ്ങിന്റെ 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 4 പാർട്ടും ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ്. ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ ബിൽഡിങ്ങിന്റെ സ്പേസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു എന്ന് വെക്കുക. ആൻഡ് ദിസ് ബിൽഡിംഗ് ഇസ് എ റെന്റഡ് സ്പേസ്. റെന്റഡ് സ്പേസ് ആണെങ്കിൽ എല്ലാ മാസവും ഈ ഫേമിന് അല്ലെ കമ്പനിക്ക് എന്ത് വരും? ഒരു റെന്റ് വരും അല്ലെ? ഒരു റെന്റൽ ഇൻവോയ്സ്. ആ ഇൻവോയ്സ് ആരാണ് കൊടുക്കേണ്ടത്? ദാറ്റ് ഇൻവോയ്സ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ദ ഫേം. by the firm.
ഇനി ഫേം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ അല്ലെ സെയിൽസ് മാത്രമാണോ? അല്ല. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കൂടെ കൂടുന്നതാണ് എൻ്റെ ഫേം എന്ന് പറയുന്നത്. സോ റെന്റും കൊടുക്കാൻ പോകുന്നത് ഫേം ആസ് എ ഹോൾ ആണ്. പക്ഷെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര റെന്റ് എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട്, സെയിൽസിലേക്ക് എത്ര എന്ന് നമ്മൾക്ക് ആ റെന്റൽ ഇൻവോയ്സ് കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ? സോ വാട്ട് ഡു വി ഡു? ഇപ്പൊ ഈ റെന്റ് എക്സ്പെൻസ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇറ്റ് ഇസ് 12,000 per month. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ. ഇനി ഈ റെന്റൽ എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലോ. അപ്പൊ എവിടെ വരും? നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് P&L വരും അല്ലെ? ഡിപ്പാർട്ട്മെന്റൽ P&L നമ്മൾ എഴുതാൻ പോവുകയാണ്. ഇനി നമ്മൾ പറഞ്ഞ റെന്റൽ എക്സ്പെൻസ് നമ്മൾ P&L എഴുതാൻ പോകുന്നു. ടു റെന്റ് 12,000 ആണ് നമ്മൾക്ക് പെർ മന്ത്. സോ ഇപ്പൊ മന്ത്ലി മാത്രം എഴുതാന്ന് വെക്കുക. 12,000 പെർ മന്ത്. ഏത് കോളത്തിന്റെ താഴെ എഴുതും? ഈ 12,000 പെർ മന്ത് എന്ന് പറയുന്നത് ഫോർ ദ ഫേം ആണ്. ആ ഫുൾ ബിൽഡിങ്ങിനാണ് 12,000 കൊടുത്തിരിക്കുന്നത് ഒരു മാസം. പക്ഷെ നമുക്ക് ഇവിടെ ഡിപ്പാർട്ട്മെന്റൽ P&L ഉള്ളതോ 4 കോളംസ് ആണ്. ഇത് ഏത് കോളത്തിൽ എഴുതാൻ പറ്റും? This 12,000 has to be borne by every department, production, sales, marketing, finance, because all of them occupy the space അല്ലെ? 4 പേരും ഈ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം? ഓരോ ഡിപ്പാർട്ട്മെന്റും യൂട്ടിലൈസ് ചെയ്യുന്ന ഏരിയ അല്ലെ, സ്ക്വയർ ഫീറ്റ് കണക്കിൽ നമ്മൾക്ക് ഈ 12,000 ഡിവൈഡ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് ഈക്വലി സ്പ്ലിറ്റ്, അതായത് 900 or 1000 സ്ക്വയർ ഫീറ്റ് സംതിങ് ഉള്ള ഒരു സ്പേസ് ആയിരുന്നു, 4 പേരും ഈക്വൽ ആയിട്ടാണ് 250 സ്ക്വയർ ഫീറ്റ് വെച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ 4 പേരും യൂട്ടിലൈസ് ചെയ്യുന്ന ഏരിയ is ratio is 1:1:1. Therefore 12,000 എന്ന് പറയുന്ന റെന്റും നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 4 പേർക്കും ഈക്വലി സ്പ്ലിറ്റ് ചെയ്യും. അതായത് 3K each. ഈ 1:1:1 this equal proportion, ഈ പ്രൊപ്പോർഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 250 സ്ക്വയർ ഫീറ്റ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റും യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ 1:1:1 റേഷ്യോയിലേക്ക് ഈ 12,000 സ്പ്ലിറ്റ് ചെയ്തു. ഈ 250 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ റേഷ്യോ ആണ് കോമൺ കോസ്റ്റ് അലൊക്കേഷൻ എന്ന് പറയും. സോ എല്ലാ എക്സ്പെൻസസുകൾക്കും ഒരു common basis ഉണ്ടായിരിക്കും in which way you can split among different departments. അപ്പോൾ ആ ബേസിസ് എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് ആ ബേസിസിന്റെ പുറത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എക്സ്പെൻസുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാൻ, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, ആ ബിൽഡിങ്ങിന് മുഴുവനായിട്ടായിരിക്കും ഇലക്ട്രിസിറ്റി ബില്ല് വരാൻ പോകുന്നത്. നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും? ഓരോ ഡിപ്പാർട്ട്മെന്റിനും യൂട്ടിലൈസ് ചെയ്യുന്ന യൂണിറ്റ്സ് കൺസ്യൂംഡ് അല്ലെ കൺസ്യൂം ചെയ്യുന്ന യൂണിറ്റുകളുടെ ബേസിൽ ഇലക്ട്രിസിറ്റി, സാലറി ബേസ്ഡ് ഓൺ എംപ്ലോയീസ് ആൻഡ് എനി സച്ച് കോമൺ ബേസിസ് of apportionment which you can find out and then relate to these expenses then split among various departments. ഇനി എല്ലാ എക്സ്പെൻസുകളും എപ്പോഴും 4 പേര് തന്നെ കൺസ്യൂം ചെയ്യണമെന്നില്ല. ലേബറേഴ്സ് ചിലപ്പോൾ ഈ എക്സാമ്പിളിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ ഉള്ളെന്ന് വെക്കുക, ബാക്കി എല്ലായിടത്തും സാലറീഡ് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേജസ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ട്രയൽ ബാലൻസിൽ വേജസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ യു നോ ഫോർ ഷുവർ ദാറ്റ് വിൽ ബി shown in which statement? First of all, departmental P&L ആയിരിക്കും, ട്രേഡിംഗിലായിരിക്കും വേജസ് വരാൻ പോകും. ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗിൽ വരാൻ പോകും. ഇനി വേജസ് കൊടുക്കാൻ പോകുന്ന ലേബറേഴ്സിനാണ്. ലേബറേഴ്സ് എവിടെ മാത്രമേ ഉള്ളൂ എന്ന് ഓൾറെഡി ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം നമ്മൾക്ക് ലേബറേഴ്സിന്റെ ആവശ്യമുള്ളതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ വേജസ് എക്സ്ക്ലൂസീവ്ലി ആരുടെ കോളത്തിന്റെ താഴെ പോകും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ. അതായത് നമ്മൾക്കപ്പം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ എക്സ്പെൻസുകളെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കുക. ഇനി എല്ലാ ഡിപ്പാർട്ട്മെന്റും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫൈൻഡ് ദ ബേസിസ് ഓഫ് അലൊക്കേഷൻ ആൻഡ് അപ്പോർഷൻ അക്കോർഡിംഗ്ലി. ദിസ് ഇസ് common cost allocation. So fixed standard ആയിട്ട് നമ്മൾക്ക് പറയാൻ basis of apportionment ഒന്നുമില്ല. Based upon the question and based upon situation കുറച്ച് logically ചിന്തിച്ചുകൊണ്ട് എക്സ്പെൻസുകൾ സ്പ്ലിറ്റ് ചെയ്യുക.
ഇനി അതിൽ ഒരു പോയിന്റും കൂടി ഉണ്ട് which we will take up now, that എല്ലാ കോസ്റ്റുകളും നമ്മൾക്ക് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അങ്ങനെ വരുന്ന എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ബിക്കോസ് ഇവിടെ P&L ഫോർമാറ്റ് വരാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് എമൗണ്ട് കോളം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. പക്ഷേ അപ്പോർഷൻ ചെയ്യാനേ പറ്റുകയില്ലാത്ത ഒരു എക്സ്പെൻസ് നമ്മുടെ കയ്യിലുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് എന്ത് പറയാം? നമ്മൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാം, വിച്ച് ഇസ് ഓഡിറ്റ് എക്സ്പെൻസസ് അല്ലെ, ഓഡിറ്റ് ഫീസ്. ആ ഓഡിറ്റ് ഫീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമാണ് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്. നോ, ഓഡിറ്റ് ഫീസ് ഓർ ടാക്സ് ഓഡിറ്റ് ഇസ് കണ്ടക്ടഡ് ഫോർ ദ എൻറ്റയർ ഫേം അല്ലെ. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ചേരുന്ന ഫേമിനാണ് ഓഡിറ്റ് ഫീസ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓഡിറ്റ് ഫീസ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യേണ്ട എക്സ്പെൻസ് നമ്മൾ എവിടെയായിരിക്കും കാണിക്കാൻ പോകുന്നത്? ഡിപ്പാർട്ട്മെന്റ് P&L കാണിക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ? വി ഡോണ്ട് ഹാവ് എ ടോട്ടൽ കോളംന്നോ അല്ലെ സിംഗിൾ കോളം ആയിട്ട് നമ്മൾക്ക് എമൗണ്ട് കോളം എന്ന് പറഞ്ഞൊന്നും ഇല്ല. ഡിപ്പാർട്ട്മെന്റുകൾ എത്രയുണ്ടോ അത്ര മാത്രമുള്ള കോളംസ് മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ അല്ലേ. അങ്ങനെ ഏതെങ്കിലും എക്സ്പെൻസസ് ഓർ ഇൻകം ആയിട്ട് എന്ത് പറയാം? ഈ ഫേം ഒരു FD ഇട്ടിട്ടുണ്ട്, ആ FD അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് എൻ ഡയറക്റ്റ് ഇൻകം. ഈ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല, ഇറ്റ് ഈസ് ഫോർ ദ എൻറ്റയർ ഫേം ഓർ കമ്പനി അല്ലേ. അപ്പം ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ഓർ ഇൻകം വിച്ച് cannot be associated to any individual or combination of departments, but for the entire firm as such, then such expenses and incomes will be recorded in general profit and loss account. General profit and loss account എന്ന് നമ്മൾ general എന്നൊരു പ്രീഫിക്സ് കൊടുത്തതേ ഉള്ളൂ. ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്. സിൻസ് വി ഓൾറെഡി ഹാവ് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് P&L, അത് കഴിഞ്ഞിട്ട് വരുന്ന P&L നമ്മൾ ജനറൽ P&L അല്ലെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നു. ജസ്റ്റ് ഫോർ മച്ച് മോർ ക്ലാരിറ്റി. അപ്പൊ ജനറൽ P&L നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് all those incomes and expenses which you couldn't record in departmental P&L account because there was no basis of apportionment among these departments. These expenses or incomes were exclusively for the company. അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. To sum up these 2 points, whenever question comes that prepare departmental accounts or necessary components of financial statement എന്നൊരു question വന്നു കഴിഞ്ഞാൽ, even though they do not mention what are the statements under that question that has to be prepared, always remember financial statement, departmental accounts prepare ചെയ്യുക എന്ന് പറഞ്ഞ ചോദ്യം വന്നു കഴിഞ്ഞാൽ you have to prepare departmental trading account, departmental P&L account and always general P&L account. ഈ general P&L account എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയില്ല. If question specifies or do not specify in all situations or in all questions, I would suggest നിങ്ങൾ general P&L എഴുതിക്കൊള്ളുക. അതിലിങ്ങനെ ഒരു എക്സ്പെൻസോ ഇൻകോ എഴുതാനില്ലെങ്കിൽ കൂടി എന്ത് ചെയ്താൽ മതി? P&L നിന്ന് to net profit എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻഫർമേഷൻ ഒരു എമൗണ്ട് ഡിപ്പാർട്ട്മെന്റൽ P&L നിന്ന് കിട്ടുമല്ലോ, പ്രോഫിറ്റ് ഓർ ലോസ് ആസ് ദ കേസ് മേ ബി. ഇതിനെ എന്ത് ചെയ്യണം? ജനറൽ P&L എന്ന് പറഞ്ഞ് ഇതിന്റെ തൊട്ട് താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് വിൽ ബി സിംഗിൾ കോളംനാർ, ഓൾവേസ് റിമെമ്പർ. ആൻഡ് ദെൻ ബ്രിങ് ഡൗൺ ഓൾ ദീസ് നെറ്റ് P&L കൊണ്ടുവരുന്ന പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ P&L നിന്ന് ജനറൽ P&L പ്രോഫിറ്റ് കൊണ്ടുവരിക. ബൈ നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ആൻഡ് ഇന്ന കോളത്തിന് ഗിവ് ദ ബൈഫിക്കേഷൻ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്? പ്രൊഡക്ഷൻ എത്ര, സെയിൽസ് എത്ര, marketing, finance. Yeah, either in inner column you can give all amounts breakup,
എന്നിട്ട് ഒരു സിംഗിൾ എമൗണ്ട് വെളിയിലത്തെ ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുക. or ഇതെല്ലാം കൂടെ ഔട്ടർ കോളത്തിൽ എങ്ങനെ കാണിച്ചാലും ഇറ്റ് ഓൾ മീൻസ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ക്ലബ് ടുഗെദർ ആൻഡ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഇസ് ഷോൺ ഹിയർ. ഇനി എക്സ്പെൻസുകൾ ഇൻകം അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ഓഡിറ്റ് ഫീസ് ഓർ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലെങ്കിൽ കൂടി യു ക്യാൻ ജസ്റ്റ് represent this much and show net profit transfer to balance sheet. അതായത് ബാലൻസ് ഷീറ്റിലേക്ക് ഈ നാലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ചോദിക്കും. സോ ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും it will always be ideal and apt if you prepare general P&L along with departmental P&L. അതിനുള്ളിൽ contents specifically ഒന്നും എഴുതുക. just bringing down and then transferring it to balance sheet മാത്രമുണ്ടെങ്കിൽ കൂടി just make sure that you record it. Yeah, so this is first and foremost. എപ്പോഴും ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് P&L ആൻഡ് ജനറൽ P&L. ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദിസ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഓൾസോ. സോ ഫസ്റ്റ് ടു ഫീച്ചേഴ്സ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മേജർ part in departmental accounts is interdepartmental transfer and unrealized profit. Yeah, to understand these two terminologies, നമുക്ക് ഒരു example എടുക്കാം. Having two departments, yeah, department A and department B. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കേരളത്തിലൊക്കെ ഒത്തിരി എക്സ്പോർട്ട് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് സീ ഫുഡ് ബിസിനസ്. സോ എന്തൊക്കെയാണ് വർക്ക് ഡിപ്പാർട്ട്മെന്റ് എയും ബിയും ചെയ്യുന്നതെന്ന് പറയാം. ഡിപ്പാർട്ട്മെന്റ് എയുടെ പേർപ്പസ് എന്ന് പറയുന്നത് അല്ലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദേ ഹാവ് ടു കളക്ട് സീ ഫുഡ് ഫ്രം ഡിഫറെന്റ് ഏജൻസ് ആൻഡ് ദേ ക്ലീൻ ഇറ്റ് ഇൻ ടു എക്സ്പോർട്ട് ക്വാളിറ്റി അല്ലെ എക്സ്പോർട്ട്. ദാറ്റ് ഇസ് ദ വർക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എ. ഇനി ഡിപ്പാർട്ട്മെന്റ് ബിയുടെ വർക്കോ ഈ സീ ഫുഡ് ക്ലീൻ ചെയ്തതിനെ അറേഞ്ച് ചെയ്യുന്നു. എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് അല്ലെ എക്സ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്ത് ആ ഒരു ഫോർമാറ്റ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ക്ലീൻഡ് സീ ഫുഡിനെ അവർ സ്ക്വയർ ട്രേസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അറേഞ്ച് ചെയ്ത് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലോക്സ് ആയി. ഈ സീ ഫുഡ് ബ്ലോക്സ് ആണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡായിട്ട് ഈ കമ്പനി വിൽക്കാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് the scenario or example is clear. Department A collects the seafood from different agents and cleans it into export quality. ആ export quality ആയിട്ട് കൺവേർട്ട് ചെയ്ത സീ ഫുഡിനെ അറേഞ്ച് ചെയ്യണം സ്ക്വയർ ട്രേസിലേക്ക്. അതിൽ വെള്ളം നിറച്ച് നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് ഫ്രീസ് ചെയ്ത് സീ ഫുഡ് ബ്ലോക്ക് ആക്കി വെക്കുന്നു. ഇതാണ് ഈ കമ്പനിയുടെ പർപ്പസ്. ഇനി ഡിപ്പാർട്ട്മെന്റ് എയുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? റോ മെറ്റീരിയൽ സീ ഫുഡ് ക്ലീൻഡ് ആണോ? അല്ല, അൺക്ലീൻഡ് ആയിട്ട് പിടിച്ചുടനെ കായലിൽ നിന്നൊക്കെ പിടിച്ചിട്ട് അങ്ങനെ തന്നെ കിട്ടുന്ന സീ ഫുഡ്. ഇവര് കുറെ ലേബറേഴ്സിനെയൊക്കെ വേജസിന് നിർത്തി ഈ സീ ഫുഡൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. സോ ഫിനിഷ്ഡ് ഗുഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എ എന്ന് പറയുന്നത് ഈ ക്ലീൻഡ് സീ ഫുഡ് ആയിരിക്കും. ഇനി അത് ഡിപ്പാർട്ട്മെന്റ് എ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കാനാണോ പോകുന്നത്? ഇല്ല. ദ കമ്പനി സെൽസ് ദി സീ ഫുഡ് ഇൻ ദ ഫോം ഓഫ് സീ ഫുഡ് ബ്ലോക്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇവരുടെ കയ്യിൽ ഇതിപ്പോ ബ്ലോക്ക് ആയിട്ടല്ല, അത് ക്ലീൻ ചെയ്ത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് ചെയ്തോളൂ. ഈ ഗുഡ് ഡിപ്പാർട്ട്മെന്റ് എയുടെ കയ്യിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തണം? ഡിപ്പാർട്ട്മെന്റ് ബിയുടെ കയ്യിലേക്ക് എത്തിയാൽ മാത്രമാണ് സീ ഫുഡ് ബ്ലോക്ക് ആക്കാൻ പറ്റുള്ളൂ. റോ മെറ്റീരിയൽ ആയിട്ട് വാട്ടർ കാണും, പിന്നെ വെള്ളം വേണം, അവരുടെ കയ്യിൽ ട്രേ വേണം, പിന്നെ അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം? മേജർ. ഇത് രണ്ടും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. മേജർ റോ മെറ്റീരിയൽ ഇസ് ദാറ്റ് ക്ലീൻഡ് സീ ഫുഡ്. ഇത് എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയത്? ദിസ് വാസ് റിസീവ്ഡ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് എ അല്ലെ. ഡിപ്പാർട്ട്മെന്റ് എയിൽ നിന്ന് എടുത്ത് ഡിപ്പാർട്ട്മെന്റ് ബിയിലേക്ക് കൊണ്ടുതരണം. ദാറ്റ് ഇസ് the transfer taking place among these departments and which will be from now on termed as interdepartmental transfer. ഈ ട്രാൻസ്ഫർ നടന്നാൽ മാത്രമേ കമ്പനി ഉദ്ദേശിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആയ സീ ഫുഡ് ബ്ലോക്ക് കമ്പനിക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ. സോ ദിസ് ട്രാൻസ്ഫർ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫിനിഷ്ഡ് ഗുഡോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്ത് അവരുടെ
ഫൈനൽ പ്രോഡക്റ്റ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫൈനൽ പ്രോഡക്റ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അടുത്ത സ്റ്റേജ് ഓഫ് പ്രോസസ്സിങ്ങിനോ അല്ലെങ്കിൽ പാക്കേജിങ്ങിനോ കൊടുത്തുവിടുന്നു. ദാറ്റ് ഈസ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ. So I hope the first point under this is clear. Interdepartmental transfer, that has to be recorded in your trading and P&L as the case may be. The next portion is unrealized profit. That's a question മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് മാത്രം കണ്ടുപിടിക്കാൻ കൂടി നമ്മൾക്ക് ചോദ്യങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. So for that, Department A transfers goods to Department B. ഈ ട്രാൻസ്ഫർ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് പ്രൈസിലായിരിക്കും നടക്കുക? ഡിപ്പാർട്ട്മെന്റ് എയുടെ സെല്ലിംഗ് പ്രൈസ് ഡിപ്പാർട്ട്മെന്റ് ബിക്കാണ് കൊടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ വെളിയൊരു, ഇതിപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്, ബ്ലോക്ക് ആയിട്ടല്ല വിൽക്കേണ്ടതെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എക്ക് തന്നെ ഇത് ഡയറക്റ്റ്ലി വിൽക്കുക അല്ലെ, ലോക്കൽ കൺസ്യൂമേഴ്സിന്. അവർക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. സോ അവർക്ക് കൊടുക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഏത് പ്രൈസിലായിരിക്കും കൊടുക്കാൻ പോകുന്നത്? ഡിപ്പാർട്ട്മെന്റ് എ ഇൻകർ ചെയ്ത കോസ്റ്റിന്റെ കൂടെ ഒരു പ്രോഫിറ്റും കാണും. ഇത് ചേർത്തിട്ടായിരിക്കും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടക്കുമ്പോഴും അവര് ഒരു പ്രോഫിറ്റ് എലമെന്റും കൂടെ ചേർത്തായിരിക്കും കൊടുക്കുന്നത്. ബട്ട് മേ ബി ഇന്റർ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചിലപ്പോൾ കുറവായിരിക്കും. That can be the case or it can be same also, depends. For now let us assume ഒരു ഒറ്റ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിപ്പാർട്ട്മെന്റിനുള്ളൂ. വെളിയിൽ ഒരു കസ്റ്റമറിന് ലോക്കൽ കൺസ്യൂമറിന് കൊടുത്താലും ഡിപ്പാർട്ട്മെന്റ് ബിക്ക് കൊടുത്താലും എല്ലാം അവരുടെ കോസ്റ്റിന്റെ കൂടെ ഒരു 10% ലാഭം കൂടി ഇട്ടിട്ടാണ് കൊടുക്കുന്നത് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ബിയിലേക്ക് പോകുന്ന ട്രാൻസ്ഫറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇഫ് കോസ്റ്റ് 100 ആണ്, അതിൻ്റെ കൂടെ പ്രോഫിറ്റ് 10%, which is 10. So selling price 110 രൂപയ്ക്കായിരിക്കും ഒരു പ്രോഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബിയുടെ കയ്യിലേക്ക് വരുന്നത്. ഇത് എയുടെ സെല്ലിംഗ് പ്രൈസ് ആണ്, പക്ഷെ ബിക്ക് ഇത് കോസ്റ്റ് തന്നെയാണ്. Now to understand unrealized profit, let us have one more assumption. ഈ ഡിപ്പാർട്ട്മെന്റ് എയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ബി എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് ബ്ലോക്ക് ആക്കി വെക്കണം. ബട്ട് ഇഫ് ഗുഡ്സ് റിസീവ്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ബി were not sold by the end of the financial year, എന്ന് വെച്ചാൽ വിൽക്കാൻ പറ്റിയില്ല, ഡിപ്പാർട്ട്മെന്റ് ബിയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്, അല്ല അവരുടെ ഗോഡൗണിലോ അല്ല അവരുടെ സ്പേസിൽ ഇരിക്കുകയാണ്, then that becomes part of closing stock of ഡിപ്പാർട്ട്മെന്റ് ബി അല്ലെ. ഡിപ്പാർട്ട്മെന്റ് എയുടെ കയ്യിൽ നിന്ന് കിട്ടി, ഡിപ്പാർട്ട്മെന്റ് ബിക്ക് അടുത്ത കൺസ്യൂമറിലേക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്കായി മാറും. ക്ലോസിംഗ് സ്റ്റോക്കായി മാറുന്നത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആയിട്ട് തന്നെ നമ്മൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നെ നമ്മൾക്ക് പറയാം. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ബിയുടെ ഇമാജിൻ ഇറ്റ് ഇസ് 25,000. ഈ 25,000ൽ ഡിപ്പാർട്ട്മെന്റ് എ ഡിപ്പാർട്ട്മെന്റ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഗുഡ്സ്. അത് ഡിപ്പാർട്ട്മെന്റ് ബി ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന് വിൽക്കണം, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഫൈനാൻഷ്യൽ ഇയർ ദേ കുഡന്റ് സെൽ ഇറ്റ്. സോ ദാറ്റ് വുഡ് സ്റ്റേ ഇൻ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ കയ്യിൽ as closing stock. Let us assume that is 25,000. ഈ 25,000 എയുടെ കയ്യിൽ നിന്ന് കിട്ടിയ എൻറ്റയർലി എയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ഈ ഒരു പോർഷനകത്ത് 25,000 എന്ന് പറയുന്നത് ബിയുടെ കോസ്റ്റ് പ്രൈസ് ആണ്, ബി വാങ്ങിച്ച പ്രൈസ് ആണ് 25,000. പക്ഷേ കമ്പനി ആസ് എ ഹോൾ നോക്കുമ്പോൾ കമ്പനിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റായ എയുടെ കുറച്ച് പ്രോഫിറ്റ് എലമെന്റ് ഈ 25,000ൽ കിടപ്പുണ്ട്, വിച്ച് ദ കമ്പനി ഹാസ് നോട്ട് റിയലൈസ്ഡ് യെറ്റ്. കമ്പനി എന്നായിരിക്കും ഇത് റിയലൈസ് ചെയ്യുന്നത്? എയുടെ കയ്യിൽ നിന്ന് ഇത് പ്രോസസ്സ് ചെയ്ത് ബിയുടെ കയ്യിലേക്ക് എത്തി, ബി ഇത് ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോഴാണ് കമ്പനിക്ക് ഇത് റിയലൈസ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു വരുന്നത്. എൻറ്റയർ അല്ല,
ഇപ്പോൾ വാങ്ങിച്ച പ്രോഡക്റ്റുകളുടെയൊക്കെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്തതിൻ്റെയൊക്കെ കോസ്റ്റ് 100ഉം ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന 175 ആണെങ്കിൽ 75 രൂപയാണ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ 175 രൂപയ്ക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന് കമ്പനി കൊടുത്തു കഴിയുമ്പോഴാണ് കമ്പനിക്ക് അത് ആ 75 രൂപ റിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് നടക്കാത്തിടത്തോളം, ആ ഔട്ട്സൈഡ് കസ്റ്റമറിലേക്ക് സെയിൽ നടക്കാത്തിടത്തോളം കാലം ഇറ്റ് ഈസ് ആൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് for the company as a whole. So in departmental accounts, അങ്ങനെ unrealized profit element ഉണ്ടെങ്കിൽ you have to eliminate it because profit നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾക്ക് ആ പ്രോഫിറ്റ് ഏൺ ചെയ്ത് കഴിയുമ്പോഴാണ്, അല്ലാതെ ഭാവിയിൽ കിട്ടുമെന്ന് പറഞ്ഞല്ല. we know for sure that we have earned it. പിന്നെ അൾട്ടിമേറ്റ്ലി അത് ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്യുന്നത് ഇറ്റ്സ് അനദർ ഓൾടുഗെദർ അനദർ തിങ്. അതായത് ഇത് ഡെറ്റേഴ്സ് ആയി കഴിഞ്ഞ് കുറച്ച് നാൾ അവർക്ക് ബില്ല് കൊടുത്തിട്ടും പേയ്മെന്റ് കിട്ടിയില്ല, അത് ബാഡ് ഡെറ്റ് ആയിട്ട് എഴുതി പോകും. പക്ഷേ ഇനീഷ്യലി സെയിൽസ് നടത്തുമ്പോൾ നമ്മൾ അവരെ ആ പ്രോഫിറ്റ് 75 രൂപയും കൂടെ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഡെറ്റേഴ്സ് ആക്കി വെക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. സോ റിയലൈസ് ചെയ്യാത്തിടത്തോളം കാലം പ്രോഫിറ്റ് ഷുഡൻറ്റ് ബി റെക്കഗ്നൈസ്ഡ്. സോ ഹെൻസ് അങ്ങനെ എന്തെങ്കിലും പ്രോഫിറ്റ് റിയലൈസ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി എലിമിനേറ്റഡ്. അപ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴി വന്ന ഏതെങ്കിലും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് പോർഷനെയാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ആൻഡ് ദാറ്റ് ഷുഡ് ബി എലിമിനേറ്റഡ്. Unrealized profit. Unrealized profit എന്ന് മാത്രമല്ല, it can also be termed as stock reserve. How do we eliminate this profit? ആരുടെ ക്ലോസിംഗ് സ്റ്റോക്കിലാണ് ഇത് അടങ്ങിയിട്ടുള്ളത്? ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഫ്രം വേർ ആർ വി ഗോയിങ് ടു എലിമിനേറ്റ് ദിസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്? എയുടെ അല്ലേ പ്രോഫിറ്റ്, അപ്പൊ എയുടെ തന്നെ നെറ്റ് പ്രോഫിറ്റുകളാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ the whole purpose of preparing departmental accounts again gets lost because നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ലാഭം എത്ര നഷ്ടം എത്രയെന്ന് അറിയാനാണ്. സോ എലിമിനേറ്റിംഗ് ഫ്രം എ ഇറ്റ്സെൽഫ് ഇസ് എ മിസ്റ്റേക്ക്. ബിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കിടപ്പുണ്ട്. ബിയിൽ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി വിൽക്കുന്ന സെയിലിൽ നിന്നാണ് ഗ്രോസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്, അതിൽ നിന്നുള്ള എലിമിനേഷൻ ആയിരുന്നു. So ideal way to eliminate this unrealized profit is from the statement called general P&L. നമ്മൾക്കിത് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അലൈൻ ചെയ്യാനല്ലേ പോർഷൻ ചെയ്യാൻ പറ്റില്ല. So we will adjust it from general P&L. Now how do we ഇതിൽ നിന്ന് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ്, ഞാനിപ്പോൾ ബിയുടെ പറയുന്ന എയുടെയും ബിയുടെയും പ്രോഫിറ്റ് എലമെന്റ് ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. 10,000 and 1,000 ആണെന്ന് വെക്കുക. ദിസ് ഇറ്റ് സെൽഫ് ഗെറ്റ്സ് ക്യാരി ഫോർവേഡ് ആസ് നെറ്റ് പ്രോഫിറ്റ്. വേറെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നുമില്ല. സോ ഈ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും എങ്ങോട്ട് വരാൻ പോകുന്നത്? നമ്മുടെ ജനറൽ P&Lലേക്കും വരാൻ പോകുന്നത്. സോ ജനറൽ P&Lലേക്ക് when you record by net profit carried down, department A 10,000, department B 1,000, so total 11,000. ഇതാണ് ജനറൽ P&L സ്ട്രക്ചർ. സോ ഈ സ്റ്റോക്ക് റിസർവ് അല്ലെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് which is lying there in the closing stock of department B 25,000. For assumption, let us take it as stock reserve 1500 എന്ന് just assume ചെയ്തേക്കാം.
എക്സാംസിനൊന്നും അങ്ങനെ തന്നെ ആവണമെന്നില്ല. യു വിൽ ഹാവ് കാൽക്കുലേഷൻസ് ഇൻവോൾവ്, ഡയറക്റ്റ് എമൗണ്ട് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ ഹൗ വിൽ യു എലിമിനേറ്റ്? ഇപ്പോൾ ഇത് കിടക്കുന്നത് എവിടെയാണ്? ബിയുടെ ക്രെഡിറ്റ് സൈഡ്, ഡിപ്പാർട്ട്മെന്റ് ട്രേഡിംഗ് P&L ബിയുടെ ക്രെഡിറ്റ് സൈഡിലാണ്, ഈ ക്ലോസിംഗ് സ്റ്റോക്കിലാണ് ഈ പ്രോഫിറ്റ് അടങ്ങിയിട്ടുണ്ട്. സോ ടു എലിമിനേറ്റ് ഇറ്റ് ദ ഓപ്പോസിറ്റ് വേ, ഓർ യു ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഇത് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് അപ്പോൾ ഏത് സൈഡിലായിരിക്കും കിടക്കുക? ക്രെഡിറ്റ് സൈഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് അല്ലേ, പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ്. അപ്പോൾ ആ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നതിൻ്റെ elimination ആണ്. അങ്ങനെയാണെങ്കിൽ to eliminate it, give a opposite and equal debit. So we'll write to stock reserve 1500 and remaining വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകം ഉണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ to net profit transferred to balance sheet 9500. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോക്ക് റിസർവിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ എഫക്റ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി സ്റ്റോക്ക് റിസർവ് എലിമിനേറ്റ് ചെയ്താൽ മാത്രം ദിസ് ഈസ് ഓൺലി വൺ സൈഡ് അല്ലെങ്കിൽ വൺ എഫക്റ്റ് ഓഫ് ദിസ് പ്രോഫിറ്റ് അല്ലെ, ഔട്ട് ഓഫ് ദ ബുക്ക് ഔട്ട് സൈഡ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വന്നതാണ്. സോ ഒരു എഫക്റ്റ് P&L കാണിച്ചു, അടുത്ത എഫക്റ്റ് എവിടെ ഉണ്ടായിരിക്കണം? ബാലൻസ് ഷീറ്റ്. സോ വെൻ യു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്, ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എയുടെ സ്റ്റോക്കും കാണും, ബിയുടെ സ്റ്റോക്കും കാണും. ബിയുടെ സ്റ്റോക്ക് 25,000 ആണ് എന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ യു ക്യാൻ എലിമിനേറ്റ് സ്റ്റോക്ക് റിസർവ് 1500 ആൻഡ് റെക്കോർഡ് റിമൈനിങ് 23,500. Or another way of presentation is stock of A and B യുടെ 25,000 തന്നെ കാണിക്കുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഒക്കെ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റോക്ക് റിസർവിനെ ലൈബിലിറ്റി സൈഡിൽ ബാക്കിയുള്ള പ്രൊവിഷൻസിന്റെ കൂടെ 1500. One and the same effect, presentation difference മാത്രമേ ഉള്ളൂ. You can go ahead and do it in any way. Mostly കാണാൻ പോകുന്നത് ആ സ്റ്റോക്കിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. So this is the basic explanation of unrealized profit. So unrealized profit എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത് അല്ലെ സ്റ്റോക്ക് റിസർവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? വെൻ ഒരു ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഗുഡ്സ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വെൻ ദേ സെൽ അറ്റ് കോസ്റ്റ് പ്ലസ് സംതിങ്, കോസ്റ്റിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് എലമെന്റ് എന്തെങ്കിലും ഈ 25,000 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ മാത്രം പോരാ, ട്രാൻസ്ഫർ ചെയ്യുന്നത് എ ഡിപ്പാർട്ട്മെന്റ് അവരുടെ കോസ്റ്റിന്റെ കൂടെ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ മാർക്കപ്പ് മാർജിൻ എന്നൊക്കെ പറയാം, അത് ആഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ ഗുഡ്സ് വിറ്റ് പോയില്ല, പകരമോ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇയറിൽ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ there will be a profit element of A's transfer which is not yet realized by the company as a whole. Such unrealized profit has to be eliminated, and it will be eliminated from general P&L by debiting that statement. And in balance sheet, you will either present it as a deduction from the closing stock of that department, or you can even show the stock reserve portion alone under liability. Either presentation eduthalum answer would be correct. Yeah. Let us extend our discussion and see. Ee varsham year 1 il idu closing stock aanu. Year 2 ilekku kanakkugal poyalo. Year 2 il ivarude debit side il as opening stock ആയിരിക്കും ഈ 25,000 വരാൻ പോകുന്നത്. So this 25,000 will be now under debit side as opening stock. കഴിഞ്ഞ വർഷം ഇത് closing stock ആയിട്ട് credit side ൽ B column ഉണ്ട്. Now it has become opening stock. Now how will you show the effect of this transaction now? Opening stock ൽ വന്ന് 25,000 കഴിഞ്ഞ വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് ആയത് കാരണം അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അത് കാരണം നമ്മൾ എലിമിനേറ്റ് ചെയ്താണ്.
അല്ലേ? പക്ഷെ ഈ വർഷം അത് ഓപ്പണിംഗ് സ്റ്റോക്കായി. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ പർച്ചേസസ് കാണും, എന്നിട്ടായിരിക്കും സെയിൽസിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് പോകാൻ പോകുന്നത്, അല്ലേ? സോ വെൻ സെയിൽ ഹാപ്പൻസ് വി ജനറലി സേ കമ്പനീസ് ഫോളോ ഫേംസ് ഫോളോ ഫിഫോ മെത്തേഡ്. ഫിഫോ മെത്തേഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് ആയിരിക്കും ആദ്യം വിറ്റു പോകുന്നത്, പിന്നെ ആയിരിക്കും അത് കഴിഞ്ഞ് വാങ്ങിച്ച് പ്രോസസ്സ് ചെയ്ത സെക്കൻഡ് സെറ്റ് ഓഫ് ഗുഡ്സ്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ you can say that this 25,000 opening stock would have been sold in year 2 by department B. അല്ലേ? ബി ഈ വർഷം വിറ്റതിൽ ആദ്യം വിറ്റത് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ പർച്ചേസ് ചെയ്ത് ഈ വർഷത്തെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. സോ ബി വിൽക്കുമ്പോൾ ആദ്യം പോകുന്നത് അവരുടെ കയ്യിലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ വെൻ ദാറ്റ് സെയിൽ ഹാപ്പൻസ് യു ഹാവ് ഓട്ടോമാറ്റിക്കലി റിയലൈസ്ഡ് ദ പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് 50,000. അതിൽ ആരുടെയൊക്കെ പ്രോഫിറ്റ് കാണും? എയുടെ പ്രോഫിറ്റ് 10% കാണും. ഇവിടെ 100 + 10%, 110 രൂപയ്ക്കാണ് ബിക്ക് കൊടുത്തത്. ബി 110 രൂപയ്ക്ക് തന്നെ ആയിരിക്കും ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോകുന്നത്? അല്ല, 150 രൂപയ്ക്ക് ആയിരിക്കും. അവരുടെ ഒരു 40 രൂപയും കൂടി അല്ലേ? സോ ഈ ബിയുടെ 40 രൂപയും എയുടെ 10 രൂപ പ്രോഫിറ്റും കൂടെ ചേർത്ത് ടോട്ടൽ 50 രൂപയായിരിക്കും കമ്പനി റിയലൈസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് ബി മേക്സ് ദിസ് സെയിൽസ് ഓഫ് 50,000 ടു ഔട്ട്സൈഡ് കസ്റ്റമർ, we can say that the company or firm has realized this profits. So when you have realized it, ഇനി നമുക്ക് പ്രോഫിറ്റ് റിയലൈസ് ചെയ്തത് കാരണം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. നമ്മൾ റെക്കോർഡ് 50,000-നുള്ളിൽ ചെയ്തു എന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു എലിമിനേഷൻ നടത്തിയിരുന്നു, അല്ലേ? സോ വാട്ട് വി ഹാവ് ടു ഡു നൗ ഇൻ സെക്കൻഡ് ഇയർ ഇസ് ടു ബ്രിങ് ബാക്ക് ദിസ് eliminated stock reserve. How will that happen? കഴിഞ്ഞ വർഷം എലിമിനേറ്റ് ചെയ്ത പ്രോഫിറ്റിനെ നമ്മൾക്ക് ഈ വർഷം തിരികെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ജനറൽ പി ആൻഡ് എൽ എന്താണ് ചെയ്തത്? അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്ട്. ലാസ്റ്റ് ഇയർ ജനറൽ പി ആൻഡ് എൽ ഡെബിറ്റ് ചെയ്ത് പ്രോഫിറ്റിനെ എലിമിനേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ആ പ്രോഫിറ്റിനെ തിരികെ കൊണ്ടുവരാൻ ക്രെഡിറ്റ് ചെയ്ത് ബുക്സിലേക്ക് കൊണ്ടുവരിക 1000. Now in this year again B might have certain closing stock which would have been received by transfer from A. അതിനകത്ത് വീണ്ടും ഒരു പ്രോഫിറ്റ് എലമെന്റ് ഉണ്ടായിരിക്കും. That again becomes unrealized profit. അപ്പോൾ unrealized profitനെ വീണ്ടും eliminate ചെയ്യണം to stock reserve. Imagine that is only 1000. So ഒരു ജനറൽ പി ആൻഡ് എൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ട്രാൻസ്ഫർ വഴി കിട്ടിയ, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴി കിട്ടിയ ഏതെങ്കിലും സ്റ്റോക്ക് കിടപ്പുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള unrealized profit elementine eliminate ചെയ്യുക. How will you eliminate profit? By debiting it. Yeah. ഇതേപോലെ ഈ വർഷം ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു which would have been my closing stock in last year. അതിനെ ലാസ്റ്റ് ഇയർ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കാണും. ആ എലിമിനേറ്റ് ചെയ്ത പ്രോഫിറ്റിനെ ഈ വർഷം തിരികെ കൊണ്ടുവരിക by crediting P&L. Yeah. So in 1 year you will have removal of unrealized profit of closing stock and bringing back the already eliminated unrealized profit of previous year. So nammalkoru bifurcation alle better understanding and presentation. General P&L le debit il nammal eliminate cheyyunnathu closing stock inde stock reserve credit cheyidu kondu varunathu aa varshathe opening stock inde stock reserve. ഇതാണ് ജനറൽ പി ആൻഡ് എല്ലിൻ്റെ സ്ട്രക്ചർ ഫോർമാറ്റ് വരാൻ പോകും. Now let us see the stock reserve എന്ന് പറയുന്ന ലെഡ്ജർ നമ്മൾക്ക് നോക്കാം. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അല്ലേ, ബാലൻസ് ഷീറ്റിൽ വന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പ്രസന്റേഷൻ ആണ് സ്റ്റോക്കിൽ നിന്ന് കുറച്ച് കാണിക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം അതൊരു ലെഡ്ജർ അല്ലാണ്ടാവുന്നില്ല, സ്റ്റിൽ എ ലെഡ്ജർ.
Either you can show as a deduction or you can show under liability. ഏത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ ഉള്ള ഒരു എമൗണ്ട് 1500 ഇയർ 2-ൽ ഇയർ 1-ലാണ് നമ്മൾക്ക് ഈ എമൗണ്ട് കിട്ടുന്നത്. എങ്ങനെയാണ് വന്നത് ആ എമൗണ്ട്? ഏത് എൻട്രി വഴിയാണ്? ജനറൽ P&Lനെ ഡെബിറ്റ് ചെയ്തു, സ്റ്റോക്ക് റിസർവിനെ ക്രെഡിറ്റ് ചെയ്തു അല്ലേ? അതല്ലേ ജേർണൽ എൻട്രി. ജനറൽ P&L അക്കൗണ്ട് ഡെബിറ്റ് to stock reserve 1500 year 1. So stock reserve എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ ഓപ്പൺ ആകും. അതിലൊരു ക്രെഡിറ്റ് ബാലൻസ് ആണ് ബൈ ജനറൽ P&L 1500. എന്നിട്ട് ഇത് ബാലൻസ് ഷീറ്റിലേക്ക് പോകാൻ വേണ്ടിയാണ് ബാലൻസ് ക്യാരി ഡൗൺ. ഇത് എങ്ങോട്ട് പോകും? ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ് ഇൻ ഇയർ 1. 1500 ക്ലോസ് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോയി. അടുത്ത വർഷം ഓപ്പൺ ചെയ്യുമ്പോൾ when you open next year, year 2, ഇത് ലയബിലിറ്റി സൈഡിൽ കിടന്ന ഒരു ഐറ്റം ആണ്, അല്ലെ ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതാണ്. സോ ബൈ ബാലൻസ് brought down 1500 അല്ലേ? ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? യു ബ്രിങ് ബാക്ക് ദ എലിമിനേറ്റഡ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് ഇയർ ബൈ ക്രെഡിറ്റിംഗ് ജനറൽ P&L. അപ്പോൾ അതിലെ ജേർണൽ എൻട്രി എന്തായിരിക്കും? ഇയർ 2-ൽ സ്റ്റോക്ക് റിസർവിനെ ഡെബിറ്റ് ചെയ്തു, ആരെ ക്രെഡിറ്റ് ചെയ്യണം? ബ്രിങ്ങിങ് ബാക്ക് പ്രോഫിറ്റ് ജനറൽ P&L 1500. This will be the entry. So what happens? General P&L credit ചെയ്തു, stock reserve ലോ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്തത് to general P&L 1500. So closing stock ഒന്നും ഇല്ലെങ്കിൽ ഇത് രണ്ടും നളിഫൈ ആയി ഈ ലെഡ്ജർ ക്ലോസ് ഡൗൺ ആയി പോകും അല്ലേ? ഇനി ഈ വർഷം ക്ലോസിംഗ് സ്റ്റോക്കിൽ വീണ്ടും ഇതുപോലെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് എഴുതും? ബൈ ജനറൽ P&L എമൗണ്ട് എഴുതി വീണ്ടും ബാലൻസ് ക്യാരി ഫോർവേഡ് ആയിട്ട് ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. സോ ദിസ് പ്രോസസ് കീപ്സ് ഓൺ കണ്ടിന്യൂയിങ് ടിൽ ദർ ഇസ് ദിസ് ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒരു unrealized profit arising out of interdepartmental transfer വരുന്നത് വരെ you continue with this format. Yeah. So എല്ലാവരും just ഒന്ന് ഈ എക്സാമ്പിൾസ് ഒക്കെ നോക്കുക. unrealized profit എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴി ഒരു ഡിപ്പാർട്ട്മെന്റിന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് കിട്ടുന്നു. ആ കിട്ടുന്ന ഗുഡ്സ് ഏത് പ്രൈസിലായിരിക്കും? സെല്ലിംഗ് പ്രൈസ് ഓഫ് ആ വിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് എലമെന്റ് അടങ്ങിയിട്ടുണ്ട്. ആ ഗുഡ്സ് റിസീവ് ചെയ്ത ഡിപ്പാർട്ട്മെന്റിന് ആ വർഷം അത് വിൽക്കാൻ പറ്റിയില്ല, അല്ലെ പ്രോസസ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ റിസീവ് ചെയ്ത ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഈ എമൗണ്ട് ഈ ട്രാൻസ്ഫർ വന്ന് കിടക്കും. ആ ട്രാൻസ്ഫറിനുള്ളിൽ ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഫേം ആസ് എ ഹോളിനെ സംബന്ധിച്ചിടത്തോളം is an unrealized gain or profit. Such unrealized gain or profit till you have actually realized it should be eliminated. How do you eliminate it? By debiting general P&L. And in balance sheet, you will either show it as a deduction from the stock of that department or you will show under liability side, whichever is comfortable for you. And in second year, when this closing stock having interdepartmental transfer becomes opening stock, then we say that a firm following FIFO method in general or normal scenario would have sold it in the first lot itself.
and so would have already realized profit out of it, and hence you can bring back the eliminated stock reserve. How do you bring back the eliminated stock reserve in second year? By crediting general. I hope it is clear now, but if it is not, don't worry. We will take up an example. The ningal note lady. We'll work out together and we will prove how bringing back this profit is correct and how does it affect my net profit and example we will work out. So interdepartmental transfer and unrealized profit. Very important topic under departmental accounts. So interdepartmental transfer and unrealized profit record present in departmental trading and P&L. നമ്മുടെ എക്സാമ്പിളിൽ മുമ്പ് പറഞ്ഞു സീ ഫുഡ് ബ്ലോക്ക് ആക്കി വിൽക്കുന്നതിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ഫർ വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് എ കളക്ട്സ് സീ ഫുഡ് ആൻഡ് സെൻഡിങ് ഇറ്റ് ടു ഡിപ്പാർട്ട്മെന്റ് ബി അത് ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്ത് സീ ഫുഡ് ബ്ലോക്ക് ആക്കി വിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ഫർ നടന്നാൽ മാത്രമേ ഫൈനൽ പ്രോഡക്റ്റ് ആയ ബ്ലോക്സ് സീ ഫുഡ് ബ്ലോക്സ് നമുക്ക് കിട്ടുള്ളൂ. So where are we recording that transfer now? Aക്ക് അത് വിൽപ്പനയ്ക്ക് തുല്യമാണ്, ബിക്ക് അത് റിസീപ്റ്റ് ആണ്, അതായത് പർച്ചേസിന് തുല്യം. ബട്ട് ആർ വി റെക്കോർഡിംഗ് ഇറ്റ് along with the sales and purchases? No. We will record it separately under sales and purchases. So ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് വിൽക്കുന്നത് in that interdepartmental transfer? എ ആണ് ബിക്ക് ഗുഡ്സ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ സെല്ലർ ആരായി മാറി? എ. സോ എയുടെ ഡിപ്പാർട്ട്മെന്റ് കോളത്തിന്റെ താഴെ അണ്ടർ ക്രെഡിറ്റ് സൈഡ് അണ്ടർ ബൈ സെയിൽസ് യു റെക്കോർഡ് ആസ് ബൈ ട്രാൻസ്ഫർ. ഇനി ഇത് വാങ്ങിച്ച ഡിപ്പാർട്ട്മെന്റോ ബി. For B it is in the form of a purchases, but only difference is it is not purchased from outside supplier but within the company itself. ഇപ്പോൾ പർച്ചേസസിൻ്റെ തൊട്ട് താഴെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ബി കോളത്തിൻ്റെ താഴെ നമ്മൾ പർച്ചേസ് ആയിട്ട് കാണിക്കും. സോ ട്രാൻസ്ഫർ ഈവൻ ദോ ഇറ്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് സെയിൽസ് ആൻഡ് പർച്ചേസസ് വി റെക്കോർഡഡ് സെപ്പറേറ്റ്ലി ആസ് ട്രാൻസ്ഫർ but on credit and debit side as the case may be, to bifurcate it from outside suppliers and outside customers. അപ്പോൾ സെയിൽ എന്ന് പറഞ്ഞ് കാണിക്കുന്ന എമൗണ്ട് എപ്പോഴും എന്തായിരിക്കും? ഔട്ട്സൈഡ് കസ്റ്റമർ, അതായത് ഈ കമ്പനിയായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരു കസ്റ്റമറിന് നമ്മൾ വിറ്റ് കഴിയുന്നതൊക്കെയാണ് സെയിലായിട്ട് നമ്മൾ കാണിക്കുന്നത്. സെയിൽസിൻ്റെ തൊട്ട് താഴെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും സെയിൽ തന്നെ, ബട്ട് വിത്തിൻ ദ കമ്പനി അമംഗ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. Same way for purchases. Purchase എന്ന് പറഞ്ഞ് കാണിക്കുന്ന ledger is all those purchase of raw materials or work in progress which you have purchased from outside supplier having no relation to the firm or company as such. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് കാണിക്കുന്നതോ പർച്ചേസിന്റെ നേച്ചറിൽ തന്നെയാണ്, പക്ഷേ കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. So this is how you record interdepartmental transfer. And then it will continue by gross profit, carry down, brought down, all those amounts, net profit. And take it in the net profit. General P&L ലേക്ക് കൊണ്ടുവരുന്നു. By net profit. And you eliminate the stock reserve or unrealized profit from general P&L. ക്ലോസിംഗ് സ്റ്റോക്കിലെ സ്റ്റോക്ക് റിസർവ് ഡെബിറ്റ് ചെയ്ത് കളയുന്നു. ഓപ്പണിംഗ് സ്റ്റോക്കിൽ കഴിഞ്ഞ വർഷം ഏതെങ്കിലും സ്റ്റോക്ക് റിസർവ് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെ
നമ്മൾ തിരികെ ബുക്സിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊണ്ടുവരും. സോ ദിസ് ഇസ് ദ ജിസ്റ്റ് ഓഫ് departmental transfer, interdepartmental transfer and unrealized profit. ഇനി ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ വിൽക്കുന്നതും വാങ്ങിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അവർക്ക് നമ്മളൊരു പേര് അസൈൻ ചെയ്യാൻ പോവുകയാണ്. എ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫറിങ് ടു ബി. ഇവിടെ വിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഇസ് നോൺ ആസ് ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഇസ് നോൺ ആസ് ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെന്റ്. And you have a formula to find out the stock reserve. You have to compute stock reserve based on this formula. This is closing stock of transferee department. ആരാണ് transferee department? ആ goods receive ചെയ്ത department. എന്തുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ട്രാൻസ്ഫറീ ഡിപ്പാർട്ട്മെന്റ്? കാരണം അവരുടെ ക്ലോസിംഗ് സ്റ്റോക്കിനുള്ളിലാണ് ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വഴി വന്ന് കിടക്കുന്ന ഗുഡ്സ് ഉള്ളത്. ഇൻടു GP റേഷ്യോ ഓഫ് ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റ്. ആരാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത്? ട്രാൻസ്ഫറർ എ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അവരുടെ സെല്ലിംഗ് പ്രൈസിലല്ലേ വിൽക്കുന്നത്. അപ്പോൾ ആരുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക? സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അതിനെ GP റേഷ്യോ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി എൻറ്റയർ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ട്രാൻസ്ഫറീ ഡിപ്പാർട്ട്മെന്റിൽ ഇത് അപ്ലൈ ചെയ്യണം സ്റ്റോക്ക് റിസർവ്? Need not be the case. Why? Because transferee department ആയ ഡിപ്പാർട്ട്മെന്റ് ബിയിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഈ 25,000 എൻറ്റയർ 25,000 എയിൽ നിന്ന് കിട്ടിയ ട്രാൻസ്ഫർ വഴി വന്നതാണെങ്കിൽ മാത്രമായിരിക്കും അതിലൊരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉള്ളത്, അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് എൻറ്റയർലി ട്രാൻസ്ഫർ ചെയ്ത് വരണമെന്ന് നിർബന്ധമില്ല. Can be the case, it cannot be. So when it is entirely out of interdepartmental transfer, entire 25,000 എടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യും. പക്ഷേ if some part of it is not received as interdepartmental transfer but purchased from outside market, അങ്ങനെയാണെങ്കിൽ അതിലൊരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് അടങ്ങിയിട്ടുണ്ടോ? which bothers me? No, because ആ പർച്ചേസ് നടന്നത് എൻറ്റയർലി എനിക്ക് റിലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഔട്ട്സൈഡ് സപ്ലയറിന്റെ കയ്യിൽ നിന്നാണ്. അയാളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാലും അതെന്റെ കോസ്റ്റ് തന്നെയാണ്. അതിൽ എത്ര പ്രോഫിറ്റ് മാർജിൻ ആ സപ്ലയർ ഏൺ ചെയ്താലും it doesn't affect me, because for me the entire price I am going to give him is my cost. ഈ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നതിന്റെ കാരണം ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജുകൾ ഏൺ ചെയ്യുന്നത് ഒരു കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ ആയതുകൊണ്ട്. outside company ആയിട്ടാണ് ട്രേഡിംഗ് എങ്കിൽ we don't worry about this profit margin at all. So formula has to be applied on that part of closing stock of transferee department which is exclusively received as part of interdepartmental transfer. On that apply the profit percentage of the selling department or transferer department. So ഇന്നത്തെ കൂടുതൽ നമ്മൾ transferer and transferee department എന്നായിരിക്കും പറയാൻ പോകുന്നത്. So we have covered theoretically നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോബ്ലംസ് ആയിരിക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ത്രൂ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു വർക്ക് ഇൻ പ്രാക്ടിക്കൽ എൻവയോൺമെന്റ്. പ്രാക്ടിക്കലി എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം ഈ പറഞ്ഞതൊക്കെ എന്ന് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ്. സോ ടു ഓൾ ഓഫ് യു സ്റ്റുഡൻസ്, my requirement would be that all of you maintain a separate notebook for accounting. Advanced accounting in auditing in എല്ലാത്തിനും സെപ്പറേറ്റ് നോട്ട്ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷൻ കാരണം നമ്മൾക്ക് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ക്ലാസ് നടത്താൻ പറ്റില്ല. ബട്ട് ദിസ് വീഡിയോ ക്ലാസ് ഹാസ് ടു ബി കൺസിഡേർഡ് ആസ് ഗുഡ് ആസ് എ ഫേസ് ടു ഫേസ് ക്ലാസ്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നാണ് ഇത് കാണുന്നതെങ്കിലും നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് വേണ്ടി ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം.
കാൽക്കുലേറ്റർ ആയിട്ട് വേണം അക്കൗണ്ട്സ് ക്ലാസ് കേൾക്കാൻ. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം. ഫോണിലുള്ള കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യരുത്. തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഐ സജസ്റ്റ് പ്ലീസ് ഗോ ഹെഡ് ആൻഡ് വർക്ക് ഔട്ട് എവറിഥിങ് ഓൺ യുവർ കാൽക്കുലേറ്റർ ഇറ്റ്സെൽഫ്. ബിക്കോസ് എക്സാമിന് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ആ കാൽക്കുലേറ്റർ ആണ്, അതുമായിട്ട് പൊരുത്തപ്പെടുക. അപ്പോൾ യൂസ് ചെയ്ത് നിങ്ങളെ തന്നെ ഫാമിലറൈസ് ചെയ്യുക. നോട്ട്സ് എന്തെങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് എഴുതുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണെങ്കിൽ ഞാൻ സ്ക്രീൻ കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് ഐ വിൽ സേ ദാറ്റ് നോട്ട് എഴുതിയെടുക്കുക എന്നുള്ളത്. ബട്ട് മേക്ക് ഷുവർ യു ട്രൈ ടു റൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. പല കളറൊക്കെ യൂസ് ചെയ്ത് എഴുതാൻ ഞാൻ സജഷൻ തരുന്നതാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്യണം, പിന്നീട് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ അതിനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്രിഫർ റൈറ്റിംഗ് ഇൻ ദാറ്റ് ഫോർമാറ്റ്. ബട്ട് അതർവൈസ് എനിവേ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു നോട്ട് ഉണ്ടായിരിക്കണം, പെന്നിൽ ഫുൾ എഴുതണം. റണ്ണിങ് നോട്ട്സ് എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്യണം, കാൽക്കുലേറ്റർ അടുത്ത് വെച്ച് തന്നെ ചെയ്യണം. So we'll resume this class with problems and example very soon. Thank you.